പേഴ്സണലി മോട്ടോർസൈക്കിൾ കാരൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു Rx100 ഒരു Rx135 റീസ്റ്റോർ ചെയ്ത വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വർക്ക് നമുക്ക് കിട്ടിയത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ബേസിക്കലി ട്രിവാൻഡ്രത്ത് താമസിച്ച് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറുടെ വണ്ടിയാണ്. അതായത് 2 വണ്ടികളുണ്ട്, ഒരു 100 ഒരു 135. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 വണ്ടികൾ, യമഹയുടെ Rx100 Rx135. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതിൻ്റെ ഓണർ ശ്യാം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്യാം ചേട്ടനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഹലോ. അപ്പോൾ ഇതാണ് ഈ വണ്ടികളുടെ ഓണർ ശ്യാം ചേട്ടൻ. ചേട്ടാ, അപ്പോൾ എങ്ങനെയാണ് യമഹയിലോട്ട് എത്തിയത്? യമഹയുടെ ആ ഒരു ക്രേസ് ഏത് പ്രായം തൊട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യമഹ 2 സ്ട്രോക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം? 2004 എൻ്റെ ഡിഗ്രി തീർന്ന കാലഘട്ടത്തിൽ അപ്പോഴാണ് യമഹ ലാസ്റ്റ് മോഡൽ ഇറങ്ങുന്നത്. അപ്പോൾ യമഹയുടെ YBX-ൻ്റെ ലോഞ്ചിങ് യമഹയുടെ ലാസ്റ്റ് മോഡൽ ടൈഗർ മോഡൽ Rx135 ലാസ്റ്റ് മോഡൽ, അതാണ് തോന്നുന്നത് ലാസ്റ്റ് മോഡൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ടിന് ഈ വണ്ടി ഉണ്ടായിരുന്നു 135 ടൈഗർ. പോർട്ടിംഗ് എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടത് ശബരി, പേര് പറഞ്ഞു ശബരി, അവനിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട്. ബാക്കിൽ കാരിയറൊന്നും ഉണ്ടാവില്ല, ഷോഗിൻ്റെ സീറ്റ്, ചേമ്പർ, ഫ്രണ്ട് ഡിസ്ക്, പോർട്ടർ, വണ്ടി വീലിങ്, സ്ക്രാമ്പിളിങ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ ഒരു അങ്ങനെ ആദ്യമായിട്ട് വണ്ടി ഇവരൊക്കെ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് തോന്നും അങ്ങനെ. പക്ഷേ വണ്ടിയില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല. അടുത്തോടെ വണ്ടിയിൽ വീഴുമ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ജോലി, പഠിത്തം അങ്ങനെയെല്ലാം കഴിഞ്ഞ് പഠിത്തം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർ വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ Rx100 ഫസ്റ്റ് Rx ഞാൻ ഓൺ ചെയ്തു. സ്വന്തമായി വാങ്ങിച്ചത് എൻ്റെ പേരിലോട്ട് ഫസ്റ്റ് 2 സ്ട്രോക്ക് വണ്ടി ഈ Rx ആണ്. അതിനുശേഷം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ വണ്ടി ഒന്ന് റണ്ണിങ് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയെക്കുറിച്ചൊന്നും ഒരു ഐഡിയയില്ല. 640 ബാറ്ററിയുള്ള Rx100 ആ സമയത്ത്. അപ്പം അതായത് ആ വണ്ടി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കളക്ട് ചെയ്ത വണ്ടികളെല്ലാം ഒറിജിനാലിറ്റി മാക്സിമം കീപ്പ് ചെയ്യുന്നവരുടെ നിന്നുള്ള വണ്ടികൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇന്നവരേക്കും വാങ്ങിച്ച ഒരു Rx100 ഗ്ലാഡിയേറ്ററിന് ഡിസ്ക് വെച്ചിട്ടുള്ള Rx100 വാങ്ങിച്ചിട്ടുള്ള Rx എല്ലാം ഒറിജിനലായിട്ട് ഒറിജിനൽ ഹബ്ബ് വെച്ച് ഒറിജിനൽ ഹബ്ബ് അങ്ങനെ കുറേ. കാരണം യമഹയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാർട്ട് നമ്പർ ഓരോ കാലങ്ങളിലുണ്ടായ പാർട്ട് നമ്പർ ചേഞ്ചസ്, ഹാൻഡിൽ ബാറിലുണ്ടായ ചേഞ്ചസ്, ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റുന്ന കാര്യമൊന്നും. അങ്ങനെ നമുക്കൊരു ഫ്ലേവർ, നമുക്കൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ 2000. പിന്നെ എനിക്ക് അതിനുശേഷം ഈ 135 വന്നു, RX 5 സ്പീഡ് വന്നു. 135 രണ്ടാമത്തെ വണ്ടി, 135 രണ്ടാമത്തെ വണ്ടി. 135 ഞാനിത് ബാംഗ്ലൂർ വെച്ച് വാങ്ങിച്ച വണ്ടി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പിന്നെ അത് എൻ്റെ കയ്യിൽ വന്നു. രണ്ടാമത്തെ വണ്ടി ഇതാണ്. പിന്നെ ഈ വണ്ടിയും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം 100 മാതിരിയല്ലോ വണ്ടി. അത് 135 തന്നെ 4 സ്പീഡോ 5 സ്പീഡിൽ 4 സ്പീഡാണ്. ഇന്ന് ജെന്യൂനായിട്ട് Rx ലവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ Rx100 4 സ്പീഡിൻ്റെ ഒരു ഫ്ലേവർ ഒരിക്കലും 5 സ്പീഡിൽ 5 സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ഒരു 5ാമത്തെ ഗിയർ എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. അതുകൊണ്ട് ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ 5 സ്പീഡിൽ തന്നെ കാറ്റലിക് കൺവേർട്ടറും മിനി കാറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില കാര്യങ്ങൾ വളരെ റീസെൻ്റായിട്ടൊക്കെ എനിക്ക് പഠിക്കുന്നത് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെയാണ് ഈ 4 സ്പീഡ് വാങ്ങുന്നത്. 4 സ്പീഡ് ഇങ്ങനെ വാങ്ങിച്ച് അതും റീസ്റ്റോർ ചെയ്യണമായിരുന്നു. അങ്ങനെ 2 വണ്ടിയും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിലുണ്ടായ അനുഭവം കൊണ്ട് പിന്നെ നമുക്ക് ബാംഗ്ലൂർ റീസ്റ്റോർ ചെയ്യുന്നത് മതി. അങ്ങനെയാണ് ഞാൻ ഒരുപാട് തമിഴ്നാടും കേരളത്തിലെ തന്നെ പല ആൾക്കാരുണ്ട്. കോസ്റ്റ്ലി എന്ന് മാത്രമല്ല, ഒറിജിനലായിട്ടുള്ള പഴമയുള്ള സാധനങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയുള്ള സാധനങ്ങളെല്ലാം കിട്ടാനും പാടാണ്. നമുക്ക് മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ജെന്യൂനായിട്ട് ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാനൊരു മെക്കാനിക്കിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ
തിരുവനന്തപുരത്തിൻ്റെ എനിക്ക് ഇപ്പോൾ ഞാനൊരു 1987 മോഡൽ RX100 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ RX100 ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് ഷിപ്പ് ചെയ്ത് ഇവിടെ വെച്ച് റീസ്റ്റോർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലോസ് 90 എന്നുള്ള ഒരു ക്യാരേജിനെ കുറിച്ച് കേൾക്കുന്നത്, അതിലുണ്ടായിരുന്ന ഒരു ശ്രീഷ്ണുവിനെയും കിരണയും പരിചയപ്പെടുന്നത്. പിന്നെ അതുവഴി പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു, കാരണം എൻ്റെ ഓൾറെഡി ജെന്യൂൻ 100 ഉണ്ട്. ഇനി 100 നമുക്ക് എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാൻ പറ്റും, അതായിരുന്നു എൻ്റെ ഇത്. അപ്പം എല്ലാ മെക്കാനിക്കുകളും അത് ചെയ്യും. അങ്ങനെ ഞാൻ ഹൈഡ്രോളിക് ക്ലച്ച്, ഡിസ്ക് തന്നെ എല്ലാവരും ഒരു ഡിസ്കേ വെക്കുകയുള്ളൂ. അങ്ങനെ 2 ഡിസ്ക്, ഈ വണ്ടിക്ക് 2 ഡിസ്കിൻ്റെ ആവശ്യമില്ല. പുതുമയായിട്ടുള്ള ഐഡിയാസ് പറയും. അങ്ങനെ ശ്രീഷ്ണുവിൻ്റെ പല ഐഡിയാസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെയും കൂടെ പല ഐഡിയാസ് ഉണ്ടായിരുന്നു. പിന്നെ 50 ഗിയർ 1989 മോഡൽ RX100, 85 മുതൽ 89 മോഡൽ RX100 ഗിയർ ബോക്സ് 50 ഗിയറിന് ഓപ്ഷനോട് കൂടിയാണ് വണ്ടി പുറത്തിറക്കിയിരുന്നത്. ചേട്ടാ, 135 നമ്മൾ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. 125 എന്ന് പറയുമ്പോൾ ഇത് ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങും ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 വണ്ടിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ പെയിൻറ്റിങ്. നോർമൽ പെയിൻറ്റിങ്ങിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റിയുള്ള നോർമൽ പെയിൻറ്റിങ്ങാണ്. 2 ഡ്യൂപോണ്ടിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. നോർമൽ പെയിൻറ്റിങ് വെച്ചാണ് ചെയ്യുന്നത്. ഈ ചെയ്തിരിക്കുന്നത് സ്പാർക്ലിംഗ് എന്ന് പറയും. പിന്നെ ഇത് കുറച്ച് തിളക്കം ഉണ്ടാകും, ഒരു മെറ്റാലിക് എഫക്റ്റുമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഈ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ഹീറ്റ് പെയിൻറ്റിങ് എന്ന് പറയും. ഇത് ബേസിക്കലി ട്രിവാൻഡ്രത്ത് എൻ്റെ അറിവിൽ ആരും ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ബേസിക്കലി ഹീറ്റ് പെയിൻറ്റിങ് ഒക്കെ ബാംഗ്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റാണ്. പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്കറിയില്ലല്ലോ പേര് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ പെയിൻറ്റിങ് ഭയങ്കര ഫേമസ് ആണ്. ഇന്ത്യയിൽ തന്നെ നല്ല പെയിൻറ്റിങ് 2 പെയിൻറ്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂർ ഹീറ്റ് പെയിൻറ്റിങ്. അപ്പം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ വേറൊരു വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി ഹീറ്റ് പെയിൻറ്റിങ് ചെയ്തത്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ വാറണ്ടിയാണ്. 5 വർഷം വാറണ്ടി, അത് ഗ്ലേസിങ് 5 വർഷത്തെ വാറണ്ടിയാണ്. നഷ്ടപ്പെടത്തില്ല. പുതുമ എപ്പോഴും ഉണ്ടാകും. ഇപ്പം തന്നെ ഈ വണ്ടി വന്നിട്ട് ഈ വണ്ടിയും നിങ്ങൾ നോക്കുമ്പോൾ അതിന് ഗ്ലേസിംഗ് ഉണ്ട്, ഇതിന് ഗ്ലേസിംഗ് ഉണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ടാവും. കാരണം ഹീറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഗ്ലേസിംഗ് ഒരിക്കലും പോകും. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 1-2 സുഹൃത്തുക്കൾക്ക് ഇതേ അടുത്ത് പെയിൻറ്റിങ് ചെയ്തത് അത് ക്വാളിറ്റി എന്നൊക്കെയാണ്. കോസ്റ്റ്ലിയാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ്ങുമാണ് പുള്ളിയുടെ പെയിൻറ്റിങ്. പക്ഷേ കളറൊക്കെ ഞാൻ പുള്ളിയുടെ നിന്നാണ് ചൂസ് ചെയ്തത്. കാരണം ഇപ്പോൾ ഈ കളർ ക്വൈറ്റ് കോമൺ ആയിരുന്നു. പക്ഷെ ഞാൻ അടിക്കുന്ന സമയത്ത് കോമൺ അല്ലായിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. ഞാൻ എൻ്റെ അടുത്ത ഒരു വണ്ടിയിലും എൻ്റെ ഹീറ്റ് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചാസിയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വണ്ടി 1 വർഷം കഴിഞ്ഞാലും ചാസിയുടെ ഗ്ലേസിംഗ് ഒന്നും പോയിട്ടില്ല. ഇപ്പോഴും നോക്കിയാൽ എത്ര പെട്ടെന്നൊന്നും നമ്മൾ സാധാരണ മെക്കാനിക്കുകൾ ഈ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചുരണ്ടെന്ന് അത് ചുരണ്ടിയാലൊന്നും പോകില്ല. അത്ര പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഒന്നും ഇറങ്ങില്ല. അത്രയും ഒരു ക്വാളിറ്റിയുള്ള ഹീറ്റ് ചെയ്ത് വണ്ടി പെയിൻറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് അത് പ്രോസസ്സ് അത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് മെയിനായിട്ടുള്ള പ്രത്യേകത, സെക്കൻഡ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ക് സാധാരണ എല്ലാവരും RX ഉപയോഗിക്കുന്നത് ഗ്ലാഡിയേറ്ററിൻ്റെ ഡിസ്ക്കാണ്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 130 RX100 5 സ്പീഡിൻ്റെ ഒറിജിനൽ ഡിസ്ക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ, താഴേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഫോർക്ക്, അതിനുള്ള ഫ്രണ്ടിലത്തെ ഹബ്ബ്, ഡിസ്ക് പ്ലേറ്റ്, കാലിപ്പർ, ഇതെല്ലാം RX100 സ്റ്റോക്ക് അസംബ്ലി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇസഡിൻ്റെ ഡിസ്ക് വയ്ക്കാനുള്ള ഒരു മെയിൻ കാരണം ഒരു വെറൈറ്റിയാണ്. ഫുള്ളി പ്ലേറ്റ്, അത് ബാക്കിയുള്ള ഡിസ്കുകൾ വെച്ച് നോക്കിയ ഹോളുകളും അവിടെ വെട്ടുകളും അങ്ങനെ. പക്ഷേ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ജെന്യൂനായിട്ട് RX വരെ ആദ്യം ഇറക്കിയ പ്ലേറ്റാണ് ഇസഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എൻ്റെ ബൈറ്റും വളരെ ഗ്ലാഡിയേറ്ററിൻ്റെ ബൈറ്റിനെക്കാളും കുറച്ചും കൂടെ നല്ല ബൈറ്റാണ്. അതായത് ഇപ്പോൾ ആൾക്കാർ സാധാരണ രീതിയിൽ RX ഉപയോഗിക്കുന്നത് പൾസറിൻ്റെ ഡിസ്കാണ് കോമൺ ആയിട്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് അതിനൊരു 2500-3000 രൂപയ്ക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ ഗ്ലാഡിയേറ്റർ ഉപയോഗിക്കുന്നത് ഞാൻ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ. RX100 5 സ്പീഡിൻ്റെ ഡിസ്ക് 135 കിട്ടുന്നു. ഞാനത് കാരണം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കും. കാരണം അതിൻ്റെ താഴത്തെ ഷോക്സ് നോക്കിയാൽ ഒറിജിനൽ RX 5 സ്പീഡിൽ മാത്രമേ ഈ ഒരു പാറ്റേണിൽ വരുള്ളൂ, പ്ലേറ്റ് വരുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ഈ റബ്ബർ യൂണിറ്റൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്.
ഇപ്പോഴൊന്നും ആരും ഈ സാധനമൊന്നും ഈ റബ്ബർ ബൂട്ടൊന്നും ഇപ്പൊ അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല, കാരണം കിട്ടാനില്ല. ഞാൻ എൻ്റെ ഞാൻ കുറച്ച് ഇടയ്ക്ക് കിട്ടിയപ്പോൾ കുറച്ച് വർദ്ധിച്ചു. പിന്നെ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ RX കിങ്ങിൻ്റെ മീറ്റർ, അതിൽ കുറച്ച് ജോലിയുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഓൾട്ടറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പം മീറ്റർ ഗേജിൻ്റെ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വണ്ടി വാങ്ങിയപ്പോഴത്തേക്ക് സ്റ്റോക്ക് മീറ്റർ അല്ലായിരുന്നു? വണ്ടി വാങ്ങുമ്പോൾ സ്റ്റോക്ക് മീറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ ഈ മീറ്ററാക്കി മാറ്റി. എന്തായാലും കിങ്ങിൻ്റെ മീറ്റർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഫ്യൂൽ ഗേജ് സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണോ? ഫ്യൂൽ ഗേജ് വർക്കിംഗ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മോർ ദാൻ ഹാഫ് എ ടാങ്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ടാങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ഓൾട്ടറേഷനാണ്. YBXൻ്റെ ഫ്യൂൽ ഗേജ് സിസ്റ്റം ഇതിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത്, അതാണ് ഞാൻ ഇതിൽ ചെയ്ത മെയിനായിട്ട് വേറൊരു ഓൾട്ടറേഷൻ. കാരണം നമ്മളിപ്പോൾ യമഹ സാധാരണ ആൾക്കാർ റിസർവ് എത്തിയിട്ടാണ് മനസ്സിലാക്കുന്നത് കഴിയാറായെന്നുള്ളത്. കാരണം ഈ വേറൊരു പ്രത്യേകത, ഈ 2 വണ്ടികളും 1000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ഓടി വന്ന വണ്ടികളാണ് ഈ 2 വണ്ടികൾ. കാരണം നിങ്ങൾ ഈ 2 വണ്ടി റീസ്റ്റോർ ചെയ്ത് FC കഴിഞ്ഞ് ബാംഗ്ലൂർ ടു കൊടൈക്കനാൽ ടു ട്രിവാൻഡ്രം ഓടി. അപ്പോൾ അന്ന് ഞാൻ നോക്കിയതിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനും അതിന് ഓൾമോസ്റ്റ് സിമിലർ ഫ്യൂൽ കപ്പാസിറ്റിയാണ്. ഇത് ഹാഫ് ടാങ്ക് ആയിട്ടുണ്ടെങ്കിൽ അതും ഹാഫ് ടാങ്ക് ആണ്. നമുക്ക് മൈലേജ് ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ നമ്മൾ എന്തുമാത്രം പെട്രോൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഒരു അപ്രോക്സിമേറ്റ്. പിന്നെ ട്രിപ്പ് മീറ്റർ ഉള്ളതുകൊണ്ടും നമുക്ക് എത്ര ട്രിപ്പാണ് കവർ ചെയ്യുന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അത്രയൊന്നും കവർ ചെയ്യില്ലെന്ന്. പക്ഷേ എൻ്റെ മെക്കാനിക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം 933 കിലോമീറ്റർ ഞങ്ങളൊന്ന് റൈഡ് ചെയ്തു. ഞാനൊരു 250 കിലോമീറ്റർ, ഞങ്ങൾ 2 ബൈക്ക് ഒരു കാറാണ് അന്ന് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അന്ന് 933 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞാനൊരു 200 കിലോമീറ്റർ മേലെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ 2 വണ്ടികളുടെയും ബിഹേവിയർ NH-ൽ പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യത്യാസമായിട്ട്. കാരണം ഇന്നിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ബോറാണ്. അന്ന് അതിൽ ഞാൻ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് G2 ബോറാണ്. അന്ന് എൻ്റെ ആ വണ്ടിയിലുണ്ടായിരുന്ന 1mm G1 ബോറാണ്. ഒറിജിനൽ G1 പിസ്റ്റൺ ഹെഡെല്ലാം ഒറിജിനൽ. അതിൻ്റെ ബിഹേവിയർ വേറെ. എനിക്ക് എൻ്റെ കണക്കൂട്ടൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 45 അടുപ്പിച്ച് എനിക്ക് മൈലേജ് കിട്ടുന്നതാണ് 100. എൻ്റെ എനിക്ക് 39 തൊട്ട് 41 ഇടയ്ക്കുന്ന മൈലേജ് ഉണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട്. ആരും വിശ്വസിച്ചില്ല ഈ വണ്ടിയൊക്കെ. അല്ല, മൈലേജ് എത്ര ദൂരം കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും എൻ്റെ മെക്കാനിക്ക് ഗാരേജിലുള്ള ഒരു മെക്കാനിക്കിൻ്റെയും ഒരു ഇതാണ്. കാരണം അവർ ബാംഗ്ലൂർ വന്ന് ഇതിനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുമോ, ബോറുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. കാരണം എനിക്കറിയില്ല, ഞാൻ അത്രയ്ക്ക് വലിയ റൈഡിങ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഈ വണ്ടികളൊക്കെ ചലഞ്ചായിരുന്നു. റോഡിനെ അത് എന്ത് ചെയ്യണം എന്നുള്ള. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് ഞങ്ങൾ ഒരു ഹോൾട്ട് മാത്രം ചെയ്തിട്ട് 2 വണ്ടികളും നല്ല ഇവിടെകളൊക്കെ. ഇന്നും ശ്രദ്ധിച്ചാൽ മതി, എത്രയും വണ്ടി ഇത്ര വെയിലൊക്കെ കൊണ്ട് ഇത്ര ഓടുന്നുണ്ടെങ്കിൽ ലേസിങ് ചെയ്തിട്ട് പോയിട്ടില്ല. അപ്പോൾ ചേട്ടാ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ 2 വണ്ടികളാണ്. അപ്പോൾ ഇനി അടുത്തൊരു 100ൻ്റെ പണിപ്പുരയിലാണ്. അത് നമ്മുടെ വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവൽ ഡിസ്ക് ആ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ കണ്ടുവരുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു വർക്കായിരിക്കും. അതൊരു വ്യത്യസ്തമായ ഒരു ഡ്യുവൽ ഡിസ്ക് ആണ്. പിന്നെ അതിനുള്ള 100 അല്ല, ഓൾമോസ്റ്റ് എല്ലാ 100 സാധാരണ വണ്ടി ഓടിക്കുന്നവർക്കറിയാം ആ വണ്ടിക്ക് ഒരു ഗിയർ കൂടെ ആവശ്യമുണ്ട്. എല്ലാവരും കരുതി ഇതെന്തിനാണ് ഇനിഷ്യൽ മാത്രമുള്ള വണ്ടിയില്ല. അങ്ങനെയല്ല, ഇനിഷ്യൽ വണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം ടോപ്പ് കൂടെ. Yamaha Rx100 ഒരു 80-90ക്ക് മേലുള്ള വണ്ടി ഓടിക്കുക എന്നുള്ളത് വണ്ടി കൊടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് മതി. അത് ഗിയർ കൂടെ കൊടുക്കുമ്പോൾ നമുക്കൊരു സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ എൻ്റെ RX100 5 സ്പീഡ് അതിപ്പോൾ എന്തായാലും NS90 അറിയാം. NS90 ടീമാണ് അതും ചെയ്യുന്നത്. ഫ്രണ്ട് ബാക്ക് ഡിസ്ക്, ഫ്രണ്ട് മോജോയുടെ ഡിസ്കും ബാക്ക് അപ്പാച്ചിയുടെ ഫ്രണ്ട് ഡിസ്ക് വെച്ചിട്ടാണ് ആ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ എന്തായാലും വരുന്ന അപ്കമിങ് ആയിട്ടുള്ള 2 വണ്ടികൾ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും താങ്ക് യു. It's better than yours, I can teach you, but I have to charge. My milkshake brings all the boys to the
and they're like, it's better than yours. Damn right, it's better than yours. I can teach you, but I have to charge. അപ്പോൾ നമുക്കിനി ഓരോ വണ്ടിയുടെ ആ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ സൗണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇവൻ ആളിച്ചിരി ലൗഡാണ്, ഇവൻ ഇച്ചിരി ഡൗൺ ആണ് സൗണ്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ രണ്ടിൽ ഏത് സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റീസ്റ്റോർ ചെയ്ത RX-ന്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ RX-നെ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീസ്റ്റോർ ചെയ്ത RX-ന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിലും നല്ല വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വീണ്ടും സന്ധിക്കുന്നവരേക്കും വണക്കം.